ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പുൽക്കൂട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾക്ക് വാങ്ങിക്കുന്ന ഒരു ചെറിയ ബോക്സ് അവൈലബിൾ ആയിരിക്കും. അതെടുത്ത് നിങ്ങൾക്കിപ്പോൾ എത്ര സൈസാണ് ആവശ്യം അതിന് പറ്റിയ ഒരു കാർട്ടൂൺ ബോക്സ് എടുക്കുക. വലിയ സൈസോ ചെറിയ സൈസോ അങ്ങനെയുള്ള. ഞാനിപ്പോൾ ചെറിയ സൈസ് ബോക്സാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ചെറിയൊരു കട്ടിങ്ങിന് വേണ്ടിയാണ് ഒരു പീസും കൂടെ വെച്ച് ഒട്ടിച്ച്. എന്നിട്ട് നമ്മളിവിടെ ഒരു വിൻഡോ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് ഒരു വിൻഡോ ഒരു സ്കെയിലും പെൻസിലും വെച്ച് ഇത് വരച്ചിട്ട് ഞാനിവിടെ എന്നിട്ട് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ഒക്കെ ചെയ്യാം. നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ എടുത്ത് ഒട്ടിക്കുക. ഇപ്പോൾ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു വിൻഡോ ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിന് റൂഫ് ഉണ്ടാക്കണം. റൂഫ് ഉണ്ടാക്കാനതിന് വേണ്ടി ഞാൻ വേറൊരു കാർട്ടൂൺ ബോക്സ് കട്ട് ചെയ്ത് ഇവിടെ നമ്മളിത് ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ബാക്ക് കവർ ചെയ്യാൻ വേണ്ടി വേറൊരു കാർട്ടൂൺ ബോക്സ് എടുത്തിട്ട് അത് ഒരു ത്രികോണാകൃതിയിൽ അതൊരു കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. സെല്ലോ ടേപ്പ് വെച്ചോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഗമ്മോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പീസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ വെക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വൈക്കോൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈക്കോൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയുള്ളവർ അടുത്തൊക്കെയുള്ള വീട്ടുകളിൽ അങ്ങനെ വൈക്കോൽ കിട്ടുന്നെങ്കിൽ അത് ഒഴിച്ച് നമ്മൾ മുകളിൽ കുറച്ച് രീതിയിൽ വൈക്കോൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് പറന്നു പോയിരിക്കാൻ വേണ്ടി ഒരു നൂല് വെച്ചൊന്ന് കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ എല്ലാം പറന്ന് അവിടേക്ക് വീഴും. എന്നിട്ട് നമ്മൾ അകത്തും കുറച്ച് വൈക്കോൽ എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിന് ഉള്ളിലും കുറച്ച് വൈക്കോൽ ഇടുക. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഒരു മിസ്റ്റിൻ്റെ ഒരു ഇതിന് വേണ്ടി തോന്നിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ ടെഡി ബിയറിൻ്റെയോ പഴയ ടെഡി ബിയറിൻ്റെ നിന്നൊക്കെ ഉള്ള കുറച്ച് പഞ്ഞിയോ കോട്ടൺ എന്തെങ്കിലും ഉള്ളത് അതെടുത്ത് വെച്ച് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഒരു മഞ്ഞിൻ്റെ ഒരു ഇത് തോന്നും. അതുകൊണ്ട് ഈ രൂപങ്ങളെല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഒരു 150 റുപ്പീസേ ഇതിന് ആയിട്ടുള്ളൂ. ഈ ഒരു പൈസ മാത്രമേ നമ്മളിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് ചിലവായിട്ടുള്ളൂ. ഇതിൻ്റെ പല സൈസ് കൂടുന്തോറും അതിൻ്റെ റേറ്റും കൂടും. ഇത് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ. 150 റുപ്പീസിനല്ലേ നല്ല വർത്തായിട്ടുള്ള ഐറ്റമാണ്. ഇത് നമ്മൾ എന്നിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. പുൽക്കൂട് റെഡി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.